أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تيأسوا من روح الله فإنه لا ييأس من روح الله إلا القوم الكافرون. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: الدعاء سلاح المؤمن. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികൾ, പരിശുദ്ധമായ മുഹറം മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് റബ്ബ് തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളുള്ളത് ഒരു പുതിയ ഹിജ്റ വർഷത്തിലാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സർവ്വതും ത്യജിച്ച് പ്രയാസങ്ങളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട്, എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ഹിജ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നാഴികക്കല്ലുകളായി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുന്നു. അതുവഴി ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ നിന്ന്, മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ല പുരോഗതി ഉണ്ടായിരുന്ന ഒരാളാണ്, ചിലയിടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് താഴ്ചയും ഉണ്ടാവാറുണ്ട്. ഏത് സന്ദർഭമാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലുകളായി പല സംഭവങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്നത് ഒരു നാഴികക്കല്ലായിരുന്നു, മൈൽ സ്റ്റോൺ ആയിരുന്നു ഹിജ്റ എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായിരുന്നു ഹിജ്റ? മക്കയിലെ 13 വർഷത്തെ അതിദാരുണമായ ജീവിതത്തിനു ശേഷം, പ്രയാസം നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ 13 വർഷക്കാലത്തെ ജീവിതത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ഒരു സംഭവമാണ് ഹിജ്റ എന്നുള്ളത്. എന്തെല്ലാം പ്രയാസങ്ങളായിരുന്നു മക്കയിൽ ഇസ്ലാം മതം വിശ്വസിച്ചതിന്റെ പേരിൽ പുണ്യരായ സ്വഹാബാക്കളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നേരിടേണ്ടി വന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അതിശക്തമായ രൂപത്തിൽ ഖുറൈശികളായിരുന്ന അന്നത്തെ പ്രമാണിമാർ സ്വഹാബാക്കളെ വളരെ കഠിന കഠോരമായി ശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നതാണ്. അതോടുകൂടി അവർക്ക് വല്ലാത്ത അതിക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു, വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ പോലും പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബാക്കൾക്കും ഉണ്ടായി. ശിഅബു അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിൽ വർഷങ്ങളോളം പച്ചിലകളും അരുവിയില വെള്ളങ്ങളും മാത്രം കുടിച്ചുകൊണ്ട് പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തികമായി എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും നബി തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ അതിന്റെ ശത്രുക്കൾ ശ്രമിച്ചു എന്നതും ചരിത്രമാണ്. അബൂജഹൽ പറയുന്നുണ്ട്, വല്ലാഹി ലനുക്സിദന്ന തിജാറതക. കച്ചവടക്കാരായിരുന്നു അന്നത്തെ അറബികൾ. അബൂജഹൽ പറയുകയാണ്, നിങ്ങളുടെ കച്ചവടത്തെ ഞങ്ങൾ തകർത്തു കളയും. എന്നിട്ട് പറയുന്നു, വലനുഹ്ദികന്ന മാലക. നിങ്ങളുടെ കൈവശമുള്ള സകല സമ്പത്തും ഞങ്ങൾ
കളയുമെന്ന് അബൂജഹൽ പറയുകയാണ്. ദഅവത്തിന്, ഇസ്ലാമികമായ ദഅവത്തിന്, അല്ലാഹുവിന്റെ നേരായ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. ഈ ദഅവത്തിന് വളരെയധികം തടസ്സം നിന്നു അവർ എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസികളായ ആളുകളെ അതികഠോരമായ രൂപത്തിൽ ശിക്ഷകൾക്ക് വിധേയരാക്കി എന്നതും നമ്മൾ കണ്ടതാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല നമ്മളെല്ലാവരും കേട്ട ചരിത്രമാണ്. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തി തന്റെ വയറിന് മുകളിൽ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ച് നീ നിന്റെ ദീനിൽ നിന്ന് പുറത്തു പോരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, എന്റെ റബ്ബായ അല്ലാഹു ഏകനാണ്. അവന്റെ ദീനിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്. ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ പ്രതിസന്ധികളും പീഡനങ്ങളും ഏറ്റുവാങ്ങി വിശുദ്ധനായ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതിന് ഒരുപാട് പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അതിനൊക്കെ ശേഷമാണ് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിങ്ങൾ യാത്ര പോകണം. നിങ്ങൾ ആലോചിച്ചു നോക്കണം, താൻ ജനിച്ചു വളർന്ന് താൻ കളിച്ചു വളർന്ന തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് നീ യാത്ര പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. മദീനയിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വികാര നിർഭരമായ വ്യസനത്തോടുകൂടെയുള്ള സങ്കടത്തോടുകൂടെയുള്ള ഒരു വർത്തമാനമുണ്ട്. മക്കയിൽ നിന്ന് മദീനയുടെ ബൗണ്ടറിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അല്ലയോ എന്റെ മക്കാദേശമേ, അല്ലയോ എന്റെ മക്കാദേശമേ, നിന്നിലാണ് ഞാൻ ജനിച്ചത്, നിന്നിലാണ് എന്റെ ബാല്യവും ശൈശവവും എന്റെ കൗമാരവും ഒക്കെ നിന്നിലാണ് ഞാൻ ചെലവഴിച്ചത്. അല്ലയോ എന്റെ പ്രിയപ്പെട്ട മക്കാദേശമേ, നിന്നോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല ഞാൻ പിരിഞ്ഞു പോകുന്നത്. നിന്നോട് എനിക്ക് അശേഷം വെറുപ്പില്ല, ദേഷ്യമില്ല. പക്ഷേ നിന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് ഒരിക്കാൻ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്താൻ പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നോട് യാത്ര പറഞ്ഞു പോവുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ ബൗണ്ടറിയിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റത്ത് ഒരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. നട്ടുച്ച സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങൾ അടുക്കലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് നട്ടുച്ച സമയത്ത് പോകാനുള്ള കാര്യം? മക്കയാണല്ലോ, മരുഭൂമിയാണല്ലോ, അതിശക്തമായ ചൂടാണ്. ചൂട് സഹിക്കാൻ കഴിയാതെ ആളുകളൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല. എല്ലാവരും വീട്ടിലിരുന്ന് വിശ്രമിക്കുന്ന സമയമാണ്. ഈ തക്കം നോക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ വാഹനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നു, സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ റെഡിയാക്കി വെക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. വഴികാട്ടിയായി അബ്ദുല്ലാഹ് ഇബ്നു അരീഖ എന്ന് പറയുന്ന അമുസ്ലിമായ ഒരാളെ കൂടെ കൂട്ടുകയാണ്. ചിന്തിക്കണേ, കൂടെ കൂട്ടുന്നത് ആരെയാണ്? അമുസ്ലിമായ ഒരു സഹോദരനെ, അബ്ദുല്ലാഹ് ഇബ്നു അരീഖ എന്ന് പറയുന്ന ഒരു സഹോദരനെ കൂട്ടിയിട്ട് മദീനയിലേക്ക് വഴി കാണിക്കുകയാണ് പുന്നാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹിജ്റയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തായിരുന്നു ഹിജ്റ? ഒരുപാട് പാഠങ്ങൾ. മുഅ്മിനുകളായ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ഹിജ്റയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം, മുഅ്മിനിന്റെ ജീവിതം എപ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കണം. പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കണം ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത് എന്ന്
ഒരു കാര്യം വരുമ്പോൾ അപ്പം തട്ടിക്കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മുഅ്മിനിന്റെ സ്വഭാവമല്ല എന്ന് ഹിസ്ർ നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തന്റെ അടുക്കലേക്ക് പോകുന്നു, വാഹനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നു. എന്നിട്ടാണ് എല്ലാ തരത്തിലുമുള്ള ആലോചനകൾക്ക് ശേഷം, എല്ലാ തയ്യാറെടുപ്പും നടത്തിയതിനു ശേഷമാണ് ഹിസ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരുങ്ങുന്നത് എന്ന ഈ ഒരു ഒന്നാമത്തെ പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പാഠമാണ്. രണ്ടാമത്, യാത്ര വളരെ രഹസ്യമാക്കി വെച്ചു എന്നുള്ളത്. അബൂബക്കർ തങ്ങൾക്കും നബി തങ്ങൾക്കും അല്ലാതെ വേറൊരൊറ്റ കുട്ടിക്ക് പോലും ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് അറിയില്ല എന്ന്. ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടി വരും. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ, ഓരോ രാജ്യത്തിന് ഓരോ നിയമങ്ങൾ ഉണ്ടാകും. രാജ്യത്തിന്റെ കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വെക്കാറുണ്ട്. അത് മറ്റു രാജ്യങ്ങൾ അറിയാൻ പറ്റാത്ത കാര്യമാണ്. തുടങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യമുണ്ടാകും. യാത്രയുടെ കാര്യം അതീവ രഹസ്യമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്ലാനിങ്ങിന് ഉദാഹരണം, മക്കയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്കാണ് മദീനയിലേക്കുള്ള സഞ്ചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയതോ നേരെ ഓപ്പോസിറ്റ് വഴിയിലാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയാ? നബി തങ്ങളുടെ ഒരു പദ്ധതിയാണ്, നേരത്തെ പ്ലാൻ ചെയ്യുകയാണ്. പോകുന്ന വഴി തൗർ എന്ന ഗുഹയിൽ കയറണം. ഗുഹയിൽ കയറി 3 ദിവസം അവിടെ താമസിക്കണം. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ വടക്ക് പോകേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്നത് തെക്കു ഭാഗത്തിലൂടെ യാത്ര ചെയ്ത് റൂട്ട് തിരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. എന്തേ കാരണം? വടക്ക് ഭാഗത്തേക്കാണ് മദീനയിലേക്ക് പോവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ശത്രുക്കൾ പിടിക്കാൻ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി കാണുകയാണ്. പിടിക്കാൻ വരുമ്പോ വടക്ക് ഭാഗത്തേക്ക് തന്നെ നബി തങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ യാത്രക്കിടെ ശത്രുക്കൾ പിടികൂടാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ റൂട്ട് തിരിച്ചു വിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെക്കു ഭാഗത്തേക്ക് യാത്ര ചെയ്തു എന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നിട്ട് തൗർ ഗുഹയിൽ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലേ, തൗർ ഗുഹയിൽ ഇരിക്കുന്നവര്, തൗർ ഗുഹയിൽ ഇരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവരെങ്ങനെയും ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മെ കാണില്ലേ നബിയേ എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂബക്കറെ, നിന്റെ വിചാരം എന്താണ്? നമ്മൾ 2 പേരാണെങ്കിൽ മൂന്നാമതായി അല്ലാഹു നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, ഒരിക്കലും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അല്ലാഹു നമ്മോട് കൂടെയുണ്ട് എന്നാണ്. പരിപൂർണമായ തവക്കുൽ. ആദ്യമായി വേണ്ടത് സൂക്ഷ്മത. യാത്രയിലുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളെയും നിബിധകൾ നേരത്തെ മുൻകൂട്ടി സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്തു. മുഅ്മിൻ പഠിക്കേണ്ടത് ഒരു കാര്യം ചെയ്യും, അത് പെർഫെക്റ്റ് ആയി ചെയ്യാൻ പഠിക്കണം, സൂക്ഷ്മമായി ചെയ്യാൻ പഠിക്കണം. പാലിച്ചകൾ വരാത്ത വിധത്തിൽ സൂക്ഷ്മത പരിപൂർണമായി പാലിച്ചുകൊണ്ട് ആയിരിക്കണം ഒരു മുഅ്മിനിന്റെ പ്രവർത്തനമെന്ന് ഹിസ്റയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം തവക്കുലിന്റെ പാഠമാണ്. തവക്കുൽ, എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുക എന്ന തവക്കുൽ. സൂക്ഷ്മമായി എല്ലാ കാര്യവും ചെയ്തു. യാത്ര പരിപൂർണമായി രഹസ്യമാക്കി, വാഹനങ്ങളൊക്കെ തയ്യാറാക്കി, തൗർ ഗുഹയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനെ തവക്കുലാക്കുകയാണ് വേണ്ടത്. നമ്മളിങ്ങനെ പറയും, ചില ആളുകളൊക്കെ പറയാറുണ്ട്, രോഗികളായ ആളുകളായിരിക്കും, എന്താ പറയാ ശ്രദ്ധിച്ചിട്ട് മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ കുറെ കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് അവരുടെ മുമ്പിൽ ഉണ്ടാകും, എന്ത് കഴിച്ചാൽ എന്താ ഒരിക്കൽ മരിക്കൂലേ? ഇത് പല ആളുകളും പറയാറുണ്ട്. ഒരു മുഅ്മിൻ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. മുഅ്മിൻ എന്തായിരിക്കണം? കൃത്യമായ രൂപത്തിൽ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ മരുന്ന് കഴിക്കണം, ചികിത്സ നേടണം, എന്നിട്ട് അല്ലാഹുവിനെ തവക്കുലാക്കുകയാണ് ഒരു മുഅ്മിന് വേണ്ടത് എന്ന് ഈ ഹിസ്റയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ്, ഏത് ത്യാഗത്തിന് ശേഷവും ഒരിക്കൽ ഒരു സുഖം ഉണ്ടാകുമെന്ന് ഹിസ്റ നമ്മെ പഠിപ്പിക്കുന്നു. ഹിസ്റ ഒരു പ്രതീക്ഷയാണ്. ഹിസ്റ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതീക്ഷയാണ്. മക്കയിൽ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പീഡനങ്ങൾ സഹിച്ചു
അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. 10 വർഷക്കാലം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുവർണ്ണ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കൃത്യമായ രൂപത്തിൽ ഒരു രാജ്യം അവിടെ ഉണ്ടാക്കി. ഇസ്ലാമിന്റെ അണ്ടറിലുള്ള ഒരു ഭരണ പ്രദേശം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും. മുഅ്മിനായി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസം വരും. ഇത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ ജയിലാണ്. ഒരു ജയിലിലുള്ള ആളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, മുന്നിൽ കുറെ അഴികളുണ്ടാകും, പുറത്തേക്ക് ഇങ്ങനെ കാണാമെന്നതല്ലാതെ മറ്റൊരു രൂപത്തിലുള്ള ഒരു സുഖവും ജയിലിലുള്ള ആൾക്കുണ്ടാവില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ജയിലാണ്. ജയിലിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ് മുഅ്മിൻ ദുനിയാവിൽ. അപ്പോ ഒരുപാട് പ്രയാസങ്ങൾ വരും. നമ്മുടെ അടുത്ത കാലത്ത് കണ്ടു, ഒരു പള്ളി തകർക്കപ്പെട്ടു, മുസ്ഹഫ് കരിച്ചു, മുസ്ഹഫ് ചുട്ടുകരിച്ചു, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അക്രമം ഉണ്ടാകുന്നു. അതിന് ഒരുപാട് പ്രയാസങ്ങൾ. ഫലസ്തീനിലെ മക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്നു, മറ്റിടങ്ങളിലുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നു. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ദുനിയാവ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞു തന്നെയാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഹിജറ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു നാൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സുഖം വരാനുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, ഒരു പ്രയാസം കഴിയുമ്പോൾ മറ്റൊരു എളുപ്പം വരുമെന്ന്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ, പ്രയാസങ്ങളിൽ പരിതപിക്കാതെ, അല്ലാഹുവിന്റെ നിഅമത്തിൽ നിന്ന് നമ്മൾ ആശ മുറിയാതെ, നിരാശരാകാതെ, അല്ലാഹു തആല പറയുന്നത് പോലെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് വിജയികൾ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. ലാ തൈഖസൂ മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ഫഇന്നഹു ലാ യൈഖസൂ മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകളാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ ഉണ്ടാവുന്നത് അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ, കൃത്യമായ രൂപത്തിൽ അല്ലാഹുവിന്റെ അടിയാറുകളായി നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ നമ്മൾ തന്നെയാണ് വിജയികൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.